ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു എക്സ്ക്ലൂസീവായ ജനനായകന്റെ ഒരു മാസീവ് അപ്ഡേറ്റ് ആണ്. എന്തുകൊണ്ടാണ് ജനനായകിൽ ഇൻട്രോ സോങ് ഇല്ലാത്തത്? അതിന് കഥയായിട്ടൊരു കാരണമുണ്ടെന്ന് മുൻപിട്ട വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ആ ഒരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഗോ ടു ദ വീഡിയോ. ജനനായകനിലെ പോസ്റ്റേഴ്സിലൊക്കെ മോശമാണെങ്കിലും അതിൽ തന്നെ ക്യാരക്ടർ എങ്ങനെയാവുമെന്ന് അളക്കാവുന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പോസ്റ്റർ നിലവിൽ നമ്മൾ രണ്ട് ലുക്കുള്ള പോസ്റ്റേഴ്സ് നമ്മൾ കണ്ടു കാണും. പോലീസ് റോൾ ഉള്ളപ്പോൾ ഉണ്ടാകുന്ന വേഷവും പൊളിറ്റീഷ്യനായിട്ടുള്ള വേഷവും. എന്നാൽ എല്ലാവരും എത്ര പേര് നോട്ടീസ് ചെയ്തെന്ന് അറിയില്ല, പൊളിറ്റീഷ്യൻ ക്യാരക്ടറായിട്ടുള്ള ദളപതി കച്ചേരി പോസ്റ്റേഴ്സ് ഒക്കെ ആ സോങ് ഫസ്റ്റ് ലുക്ക് സെക്കൻഡ് ലുക്ക് എന്ന പോസ്റ്ററിലൊക്കെ ചിരിച്ച് ഹാപ്പിനെസ് ആയിട്ടുള്ള നല്ലൊരു ക്യാരക്ടറായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. എന്നാൽ വിജയ് പോലീസ് റോളുള്ള ക്യാരക്ടറിന്റെ വന്ന പോസ്റ്റേഴ്സിലും ഗ്ലിംസിലും ചിരിക്കുന്ന ഒരു പോസ്റ്റർ പോലും ഇല്ല. പടത്തിലെ ഗ്ലിംസിനിലടക്കം അങ്ങനെയാണ്. ജസ്റ്റ് പോസ്റ്റേഴ്സ് എന്ന് വിചാരിച്ചത്, എന്നാൽ അതിൽ സ്റ്റോറി ഉണ്ട്. കാരണം ഈ പോലീസ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു മോഡേൺ ഓൾമോസ്റ്റ് ചെറിയ നെഗറ്റീവ് ഷെയ്ഡായ ക്യാരക്ടറാണ്. അധികം ചിരിക്കാത്ത എന്നാൽ വയലന്റ് ആയ ഒരു ക്യാരക്ടേഴ്സിനാണെന്നാണ് പറയുന്നത്. ഓൾറെഡി മുൻപിട്ട വീട്ടിൽ പറഞ്ഞായിരുന്നു ഗ്ലിംസിലുള്ള സീന് വിജയുടെ പടത്തിൽ ഇൻട്രോ സീനാണെന്നും എന്നാൽ വൻ വയലൻസ് ആയ ഒരു ഫൈറ്റ് സീനാണെന്നും പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ജനനായകൻ ഇൻട്രോ സോങ് ഇല്ലാത്തതിന്റെ കാരണം ഇൻട്രോ സോങ് എന്നത് മാക്സിമം അടിച്ചുപൊളി സോങ്ങേ വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ക്യാരക്ടർ അതിനോട് ചേരത്തില്ല. അതുകൊണ്ടാണ് ഇതിൽ ഇൻട്രോ സോങ് ഒഴിവാക്കിയത്. അപ്ഡേറ്റ് പോക്കിരി ക്യാരക്ടർ ആണെന്നൊക്കെ പറയുന്നത്. ഇത് നല്ലൊരു അപ്ഡേറ്റ് ആണ്. നിങ്ങൾ എങ്ങനെ കാണുമെന്ന് പറയുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.